Good morning, dear students. Today we are moving on to the second unit, Words and Deeds. The unit begins with four lines said by Mahatma Gandhi. Let me read. Keep your thoughts positive because your thoughts become your words. Keep your words positive because your words become your behavior. So, what is the title? Words and Deeds. വാക്കും പ്രവൃത്തിയും. വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകേണ്ടതുണ്ടോ? വാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും വന്നിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയട്ടെ. വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആര് പറഞ്ഞതാ? നമുക്ക് വലിയ കവികളുടെയോ മഹാന്മാരുടെയൊക്കെ കാര്യങ്ങൾ കോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും എന്നുള്ളത് 100% ഷുവറാണ്. നമ്മുടെ കാഞ്ചനമാലയുടെ മൊയ്തീൻ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ വാക്കാവണം ഏറ്റവും വലിയ സത്യം. ദർ ഷുഡ് ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അവർ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണം അല്ലേ? വാക്ക് പറഞ്ഞത് അതേ നമ്മൾ പ്രവർത്തിക്കാവൂ, പ്രവർത്തിക്കുന്നതേ നമ്മൾ പറയാവൂ. അപ്പം മഹാത്മാഗാന്ധി എന്താണ് പറയുന്നത്? കീപ് യുവർ തോട്ട്സ് പോസിറ്റീവ് ബിക്കോസ് യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കുക, കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ കീപ് യുവർ വേർഡ്സ് പോസിറ്റീവ് ബിക്കോസ് യുവർ വേർഡ്സ് ബിക്കം യുവർ ബിഹേവിയർ. നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവായിട്ട് വെക്കുക, കാരണം നിങ്ങളുടെ വാക്കുകളാണ് പിന്നീട് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറുന്നത്. വളരെ ശരിയാണല്ലേ? നമുക്ക് വാക്കും പ്രവൃത്തിയും ഒന്ന് ആയി കാണുന്ന ആളുകളെയും അതല്ലാതെ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു എസ്സേ ഉണ്ട്, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നൊരു എസ്സേ റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. ദെൻ ദർ ഇസ് എ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ് ആൻഡ് എ പോയം ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ഇൻ ടു ദ എസ്സേ റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോൾ ഇന്ന് നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ഒരു എസ്സേ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എസ്സേയിൽ ജവഹർലാൽ നെഹ്റു പറയുന്നത് ഗാന്ധിജിയുടെ ഒരു ടൈംലി അറൈവലിനെ കുറിച്ചാണ്. എങ്ങോട്ട്? ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക്. ഗാന്ധിജിയെ പോലുള്ളൊരു ലീഡറെ ഇന്ത്യൻ പൊളിറ്റിക്സ് ഡിമാൻഡ് ചെയ്യുന്ന ആ കറക്റ്റ് സമയത്താണ് അദ്ദേഹം നമ്മുടെ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ വരുന്നത് വരെ നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു, വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിന് എന്ത് ചേഞ്ചസ് വന്നു, ഇത്തരം കാര്യങ്ങളാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ഈ ഒരു എസ്സേയിൽ ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിലേക്ക് പോകാം. World War First ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. A bitter sense of humiliation and a passionate anger filled our people. We had become a derelict nation. Yet what could we do? How to change this vicious process? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ഇതിൽ വേൾഡ് വാർ ഫസ്റ്റ് അവസാനിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും ഒരു യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ ദർ എന്നാണ് നമ്മൾ വിചാരിക്കുക അല്ലേ? പക്ഷെ അങ്ങനെയാണോ? ഒരു യുദ്ധം അവസാനിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ പറയും അവിടെ സമാധാനം പുലർന്നു എന്ന്. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ ലിവിങ് ദർ? അവിടെയുള്ള ജനങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? യഥാർത്ഥത്തിൽ അവർ പിറ്റേന്ന് തൊട്ട് സമാധാനം അനുഭവിക്കുന്നുണ്ടാവോ? ഇല്ല അല്ലേ? അവരുടേതായിട്ടുള്ള എല്ലാം തകർന്നൊരവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ വേൾഡ് വാർ ഫസ്റ്റ് അവസാനിച്ചു. എന്നിട്ട് കിട്ടിയ സമാധാനം നമുക്ക് ആശ്വാസവും വികസനമൊക്കെ കൊണ്ടുവരുന്നതിന് പകരം എന്താ തന്നത്? എ റെപ്രസീവ് ലെജിസ്ലേഷൻ ആൻഡ് എ മാർഷ്യൽ ലോ ഇൻ ദ പഞ്ചാബ്. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനം ലഭിക്കുന്നതിന് പകരം ഇന്ത്യക്കാർക്ക് കിട്ടിയതൊരു റെപ്രസീവ് ലെജിസ്ലേഷനാണ്, അടിച്ചമർത്തുന്ന ഒരു ഭരണഘടന. നമ്മളെ ഒരുപാട് നിയമങ്ങൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണഘടനയും പഞ്ചാബിൽ മാർഷ്യൽ ലോയും ഡയറക്റ്റ് മിലിറ്ററി റൂൾ
അതുമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഒരു ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് പാഷനേറ്റ് ആങ്കർ, എല്ലാവർക്കും വളരെ ദേഷ്യവും ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് അസ്വസ്ഥരായിട്ടിരിക്കുകയാണ് ജനങ്ങളൊക്കെ. വി ഹാഡ് ബിക്കം എ ഡിറലിക്റ്റ് നേഷൻ. ഇന്ത്യ ഇപ്പോഴും ഒരു അവഗണിക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നമ്മൾ മറികടക്കുക? We seemed to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. ഒരു വലിയൊരു മോൺസ്റ്ററിൻ്റെ, ഒരു ഭീകരജീവിയുടെ മുന്നിൽ അകപ്പെട്ട പോലെ നിസ്സഹായരായിരുന്നു ഓരോ ഇന്ത്യക്കാരനും. നമ്മുടെ ശരീരം മുഴുവൻ തളർന്നൊരവസ്ഥയായിരുന്നു. നമ്മുടെ ഹൃദയം ചത്തിരുന്നു. Large numbers of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed. And helpless, hopeless, sank ever deeper into the morass. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും ദയനീയമായൊരവസ്ഥയാണ് പറയുന്നത്. എല്ലാവരും ഫിസിക്കലി വീക്കായി, ഒരു ടെക്നിക്കൽ വർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അവരെല്ലാവരും അൺഎംപ്ലോയിഡായി. ഒരുപാട് ആൾക്കാർ ജോലിയില്ലാത്തൊരവസ്ഥ വന്നു. എല്ലാവരും ഹെൽപ്ലെസ്സായി, നിസ്സഹായരാണ്, ആശയില്ലാത്തവരാണ്, ഒരു ഹോപ്പും ഇല്ല, ഒരു പ്രതീക്ഷയും ഇല്ലാതെ ചെളിക്കുണ്ടിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ്. They didn't know where to look for, neither the old nor the new offered them any hope. എങ്ങോട്ട് നോക്കണം, എവിടെ പോകണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഇന്ത്യൻ ജനങ്ങൾ. പഴയതിലോ പുതിയതിലോ ഒന്നിലും അവർക്കൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റിയില്ല. What could we do? How could we pull India out of this quagmire of poverty and defeatism? Not for a few years of excitement and agony and suspense, but for long generations, our people had offered their blood and toil, tears and sweat. And this process had eaten its way deep in the body and soul of India, poisoning every aspect of our life. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണ് ഇന്ത്യയെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുക? ഈ പട്ടിണിയിൽ നിന്നും തോൽവിയിൽ നിന്നുമൊക്കെ മോചിപ്പിച്ച് എങ്ങനെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളത് ആർക്കും അറിയില്ല. 1-2 വർഷമല്ല, എത്രയോ ജനറേഷനായിട്ട്, തലമുറകളായിട്ട് നമ്മൾ ഇന്ത്യക്കാർ അവരുടെ രക്തവും മാംസവും കൊടുത്ത് വളർത്തിയതാണ് ഈ ഇന്ത്യയെ. അവരുടെ ഹൃദയത്തിൽ വളരെ ഡീപ്പായിട്ട് കിടക്കുന്നുണ്ട് ഇന്ത്യ എന്നൊരു വികാരം. ഇങ്ങനെ തലമുറകളോളമായിട്ട് ഇന്ത്യ എന്നൊരു രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. നമ്മൾ ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അവരാൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും നമ്മുടെ മാനസികമായും ശാരീരികമായും ഒക്കെ ഈ ഒരു ഭരണത്തിന് തളർത്താൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അങ്ങനെ ഇങ്ങനൊരു അവസ്ഥയിലാണ് ഇന്ത്യൻ ജനത ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ആദ്യത്തെ 2 പാരഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലായി ഇന്ത്യക്കാരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ഈ ഒരു ഇന്ത്യയിലേക്കാണ് ഗാന്ധിജി വന്നത്. ഇനി എങ്ങനെയാണ് ഗാന്ധിജി വന്നപ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ തോന്നി, അവർക്ക് എത്രമാത്രം ആശ്വാസകരമായിരുന്നു എന്നുള്ളത് അടുത്ത വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ, നല്ല ശുദ്ധവായുവിൻ്റെ നല്ല കനത്തൊരു പ്രവാഹം പോലെയാണ് അദ്ദേഹം വന്നത്. അങ്ങനെ ശുദ്ധവായു കിട്ടിയപ്പോൾ നമുക്കൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ, ഒന്ന് മൂരി നിവർന്ന് ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറ്റി. നമുക്കൊന്ന് ആശ്വാസത്തോടെ ശ്വസിക്കാൻ പറ്റി അദ്ദേഹം വന്നതിന് ശേഷം. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് that pierced the darkness and removed the scales from our eyes. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, ഒരു വെളിച്ചം പോലെയായിരുന്നു. നമ്മുടെ കണ്ണുകളിൽ നിന്ന് അന്ധകാരം, സ്കെയിൽസ്, അതിൻ്റെ ചീളുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുള്ള ഒരു വെളിച്ചം പോലെയായിരുന്നു ഗാന്ധിജി വന്നത്. ആൻഡ് ഹി വാസ് എ whirlwind that upset many things. ഒരുപാട് കാര്യങ്ങളെ അപ്സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു ഗാന്ധിജി വന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. അദ്ദേഹം എപ്പോഴും വർക്ക് ചെയ്തത് ആളുകളുടെ, മനുഷ്യരുടെ, അന്നത്തെ ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. He didn't descend from the top. He seemed to emerge from the millions of India, speaking the language. ഗാന്ധിജി മുകളിൽ നിന്ന് താഴേക്ക് വന്നൊരു പ്രവാചകനല്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു ആരാധ്യ പുരുഷനാണ് ഞാൻ എന്ന നിലയിലല്ല അദ്ദേഹം വന്നത്. പക്ഷേ ഹി വാസ് ലൈക്ക് സംബഡി എമംഗ് ദ കോമൺ പീപ്പിൾ. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളായിട്ടായിരുന്നു ഗാന്ധിജി ഉണ്ടായിരുന്നത്.
ആൻഡ് ഹി സ്പോക്ക് ദർ ലാംഗ്വേജ്. അവരുടെ ഭാഷ സംസാരിക്കുന്ന അവരെപ്പോലെയുള്ള അവർക്കിടയിലുള്ള ഒരാളായിട്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ആക്ട് ചെയ്തത്. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. വന്ന ഉടനെ തന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, ഈ പാവപ്പെട്ട കർഷകരുടെയും ജോലിക്കാരുടെയും പിറകിൽ നിന്ന് പോകൂ. ആൻഡ് ഹി ടോൾഡ് അസ്, അദ്ദേഹം ഇന്ത്യൻ ജനതയോട് പറഞ്ഞു, all of you who live by their exploitation, get rid of the system that produces this poverty and misery. ഈ കഷ്ടപ്പാടും പട്ടിണിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റത്തിൽ നിന്ന്, ഈ സിസ്റ്റത്തെ ഒഴിവാക്കി എല്ലാവരും പുറത്തേക്ക് വരൂ, അദ്ദേഹം ഇന്ത്യൻ ജനതയോട് പറഞ്ഞു. അതോടുകൂടി പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടന്റ്. ഗാന്ധിജിയുടെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് പുതിയൊരു ഷേപ്പും കണ്ടൻറ്റും ഒക്കെ കിട്ടി. മച്ച് ദാറ്റ് ഹി സെഡ് വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ് ഓർ സംടൈംസ് ഡിഡ് നോട്ട് ആക്സെപ്റ്റ് അറ്റ് ഓൾ. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. ദ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ആക്ഷൻ അലീഡ് ടു ദീസ്, ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ. ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചിലതൊക്കെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, ഞങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യൻ ജനത, ചിലതൊക്കെ ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഇതൊക്കെ സെക്കൻഡറിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ, അദ്ദേഹം പഠിപ്പിച്ചതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഗാന്ധിജി പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പേടിയില്ലാതിരിക്കുക, സത്യസന്ധരായിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുക. ഇതാണ് ഗാന്ധിജി എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വി ഷുഡ് കീപ്പ് ഇൻ അവർ മൈൻഡ് വാട്ട് ദ മാസസ്, ജനങ്ങളെ മൊത്തം കണക്കിലെടുത്ത് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ, സോ വി ഹാഡ് ബീൻ ടോൾഡ് ഇൻ അവർ ആൻഷ്യന്റ് ബുക്സ് വാസ് അഭയ, ദാറ്റ് ഈസ് ഫിയർലെസ്നെസ്, നോട്ട് മിയർലി ബോഡിലി കറേജ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. നമ്മൾ പണ്ട് കാലം തൊട്ടേ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്നതാണ്, ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന, അവിടുത്തെ ഭരണാധികാരികൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഭയ, ദാറ്റ് ഈസ് ഫിയർലെസ്നെസ്, പേടിയില്ലാതിരിക്കുക എന്നുള്ളതാണ്. പേടിയില്ലാതെ സ്വന്തം രാജ്യത്ത് ജീവിക്കാനാവുക എന്നതാണ് ഒരു രാജ്യത്തെ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഈ പേടിയില്ലായ്മ എന്ന് പറയുന്നത് ശാരീരികമായിട്ടല്ല, പക്ഷേ ഇൻറ്റേർണലി നമ്മുടെ മനസ്സിന് ധൈര്യം ഉണ്ടാവുക, മാനസികമായിട്ട് ധൈര്യം ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിച്ചത്. ദ ഡോമിനൻറ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ, പെർവേസീവ്, ഒപ്രസിങ്, സ്ട്രാംഗ്ലിംഗ് ഫിയർ. അപ്പോൾ ബ്രിട്ടീഷ് റൂളിന് കീഴിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം എന്ന് പറയുന്നത് പേടിയായിരുന്നു. നമ്മളെ അടിച്ചമർത്തുന്ന, എപ്പോഴും നമ്മുടെ മേലിങ്ങനെ ചുറ്റി വരഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പേടിയായിരുന്നു. ജനങ്ങൾക്ക് എല്ലാത്തിനെയും പേടിയാണ്. ഫിയർ ഓഫ് ദ ആർമി, ആർമിയെ പേടിയാണ്. ദ പോലീസ്, ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, സീക്രട്ട് ഏജൻസ് ഉണ്ടാവും. ഗവൺമെൻറ്റിന് നമ്മളെ ഒറ്റിക്കൊടുക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ സീക്രട്ട് ഏജൻസീസ് ഉണ്ടാവും, സീക്രട്ട് സർവീസ്, ഇവരൊക്കെ പേടിയാണ്. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ഒഫീഷ്യൽ ക്ലാസ്സിന് ജനങ്ങൾ പേടിച്ചിരുന്നു. ഫിയർ ഓഫ് ലോസ് മെൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, ആളുകളെ സപ്രസ് ചെയ്യാൻ, അടിച്ചമർത്താനുള്ള നിയമങ്ങൾ, അതിന് ജനങ്ങൾ പേടിച്ചു. ജയിലിനെ പേടിച്ചു. ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ജന്മിമാരുടെ ഏജൻസിനെ പേടിച്ചു. ഫിയർ ഓഫ് ദ മണി ലെൻഡർ, കടം തരുന്ന, പലിശക്കൊക്കെ കടം തരുന്ന ആൾക്കാരെ പേടിയായിരുന്നു. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാതാവുമോ എന്നുള്ള പേടി. സ്റ്റാവേഷൻ, പട്ടിണിയെക്കുറിച്ചുള്ള പേടി. ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേടികൾക്കിടയിലാണ് അന്നത്തെ ജനങ്ങൾ ജീവിച്ചത്. അവർക്കിടയിലാണ് ഗാന്ധിജി വന്നത്. അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ്? ഫിയർലെസ്നെസ്, പേടിക്കാതിരിക്കുക. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. ഈ ഒരു പേടിക്ക് നേരെയാണ് ഗാന്ധിജിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ശബ്ദം ഉയർന്നത്. Be not afraid. Was it so simple as all that? Not quite. അദ്ദേഹം പറഞ്ഞു, പേടിക്കരുത്. പറയുന്ന അത്രയും ഈസിയാണോ പേടിക്കാതിരിക്കാൻ? അല്ല അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പേടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളോട് പറയും പേടിക്കണ്ടെന്ന്. പക്ഷെ ആ പറയുന്ന അത്രയും ഈസിയാണോ പേടിക്കാതിരിക്കാൻ?
അല്ല. അതിന് നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തയ്യാറാവേണ്ടതുണ്ട്. ഒന്നാമത്തത് ഈ പറയുന്ന ആളിൽ നമുക്കൊരു വിശ്വാസം വേണം. ഗാന്ധിജി ഇന്ത്യൻ ജനതയോട് പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അവർ പേടിക്കാതിരിക്കണമെങ്കിൽ ഫസ്റ്റ് ദേ ഹാവ് ടു ട്രസ്റ്റ് ഗാന്ധി അല്ലേ, ഗാന്ധിജി അവരാദ്യം വിശ്വസിക്കണം. And yet, fear builds its phantoms which are more fearsome than reality itself. And reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. ഇപ്പോൾ പേടിയേക്കാളും വലിയ പ്രശ്നം എന്തായിരുന്നു? ദ ഫാൻറ്റംസ് റിലേറ്റഡ് ടു ഇറ്റ്. പേടിയേക്കാളും വലിയ സംഭവമായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഒരു കള്ളനിറങ്ങി എല്ലായിടത്തും ശല്യം ചെയ്യുന്നു എന്നുള്ള കഥകളൊക്കെ കേൾക്കാറുണ്ട്. ആ കള്ളൻ ആക്ച്വലി എത്ര ടെററാണോ അതിനേക്കാളും പേടിയായിരിക്കും ആ കള്ളനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന കഥകൾ. ആ റിയാലിറ്റി, ആ കള്ളൻ എന്ന റിയാലിറ്റിയെ നമ്മൾ വളരെ കാമായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ, അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ആ പേടിയൊക്കെ കുറയും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേടിക്കുന്നത്. Suddenly as it were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree. As fear is close companion to falsehood, so truth follows fearlessness. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. It was a psychological change, almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origins of his complexes, exposed them to his view, and thus rid him of that burden. ഇനി മഹാത്മാഗാന്ധിയുടെ വരവ് ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിരുന്നില്ല. മോസ്റ്റ് ഓഫൺ ഹി വർക്ക്ഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന മാറ്റങ്ങളും സൈക്കോളജിക്കലാണ്. നോക്കാം നമുക്ക്. ദറ്റ് ബ്ലാക്ക് പാൽ ഓഫ് ഫിയർ വാസ് ലിഫ്റ്റഡ് ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്. ജനങ്ങളുടെ തോളിൽ നിന്ന് ആ പേടിയുടെ കറുത്ത പുതപ്പ് മാറ്റപ്പെട്ടു. കംപ്ലീറ്റ് ആയിട്ടില്ല, മുഴുവനായിട്ട് അവർ പേടിയിൽ നിന്ന് മോചിതരായിട്ടില്ല. പക്ഷേ വലിയൊരു അളവ് വരെ അവർക്ക് പേടിയില്ലാതായി. പേടിയും തിന്മയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെയാണ് സത്യവും പേടിയില്ലായ്മയും നിർഭയത്വവും. അത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ വരവിന് ശേഷം കൂടുതൽ സത്യസന്ധരായിട്ടൊന്നുമില്ല. അവരവരുടെ ആ ഒരു എസെൻഷ്യലായിട്ടുള്ള സ്വഭാവം പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയിട്ടുമില്ല. പക്ഷേ മൊത്തത്തിലൊരു മാറ്റം പ്രകടമായിരുന്നു ഗാന്ധിജിയുടെ വരവിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്, ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് ആയിരുന്നു, മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്? ഒരു സൈക്കോളജിക്കൽ എക്സ്പേർട്ട് സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡിലൂടെ ഒരാളുടെ പ്രോബ്ലം മനസ്സിലാക്കി ആ പ്രോബ്ലത്തിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എങ്ങനെയാണ് അയാളുടെ കോംപ്ലക്സുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടെത്തുന്നു. എന്നിട്ടത് അയാൾക്ക് തന്നെ, പേഷ്യൻറ്റിന് തന്നെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആ രോഗം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഗാന്ധിജിയും ഫോളോ ചെയ്തത്, അവരുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട്. There was the psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. അപ്പോൾ ഗാന്ധിജി സൈക്കോളജിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ റിയാക്ഷനും സൈക്കോളജിക്കൽ തന്നെയായിരുന്നു. ജനങ്ങൾക്ക് മാനസികമായി വളരെയധികം ചേഞ്ചസ് ഉണ്ടായി. ഇത്രയും കാലം ഒരു ഏലിയനായിട്ടുള്ള, ഒരു വിദേശികളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കിടക്കേണ്ടി വന്നതിൽ നമുക്കൊക്കെ, ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ ഒരു ഷെയിം തോന്നി. തങ്ങളെ തന്നെ ഒരു വില കുറച്ച് കാണാൻ തോന്നി. അവർ ഇത്രയും കാലം ഇങ്ങനെ ഒരു വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കിടന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർക്ക് തന്നെ ഒരു ഷെയിം തോന്നി. ഇനി കൂടുതൽ കാലം ഇതുപോലെ കിടക്കില്ല എന്നുള്ളൊരു ഡിസയറും കൂടി അവരുടെ മനസ്സിലുണ്ടായി. ഇനി ഇങ്ങനെ വൈദേശിക ആധിപത്യത്തിന് വഴിപ്പെട്ട് ജീവിക്കില്ല എന്നുള്ളൊരു ഡിസയർ കൂടി ഇന്ത്യൻ ജനതയ്ക്ക് ഗാന്ധിജിയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് തോന്നാൻ തുടങ്ങി.
We didn't grow much more truthful perhaps than we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. അപ്പം ജവഹർലാൽ നെഹ്റു പറയുന്നു, ഞങ്ങൾ പൂർണ്ണമായിട്ടും സത്യസന്ധരായി മാറുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഗാന്ധി വാസ് ദർ ഓൾവേസ് വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും സത്യത്തിൻ്റെ പ്രതീകമായിട്ട് ഗാന്ധിജി ഉണ്ടായിരുന്നു. What is truth? I do not know for certain, and perhaps our truths are relative, and absolute truth is beyond us. Different persons may and do take different views of truth, and each individual is powerfully influenced by his own background, training, and impulses. So, also Gandhi. But truth is, at least for an individual, what he himself feels and knows to be true. According to this definition, I do not know of any person who holds to the truth as Gandhi does. That is a dangerous quality in a politician, for he speaks out his mind and even lets the public see its changing faces. ഇനി ജവഹർലാൽ നെഹ്റു കുറച്ച് ഫിലോസോഫിക്കലായിട്ട് സംസാരിക്കുകയാണ്. ഹി ആസ്ക് വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്താണ് സത്യം? ഓരോരുത്തർക്കും ഓരോ ഡെഫിനിഷൻ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ നെഹ്റു പറയുന്നു, ഇറ്റ് ഈസ് റിലേറ്റീവ്, ഇറ്റ് ഈസ് അപ് ടു ഇൻഡിവിജ്വൽ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. സത്യം എന്താണെന്ന് ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയുന്ന മറുപടി ആയിരിക്കില്ല മറ്റൊരാൾ പറയാം. നമ്മൾ സാധാരണ പറയും സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണെന്ന് പറയും, റിലേറ്റീവ് ആണെന്ന് പറയും. വാട്ട് ഐ തിങ്ക് ബ്യൂട്ടിഫുൾ മെ നോട്ട് ബി ബ്യൂട്ടിഫുൾ ഫോർ യു, അല്ലേ? ഞാൻ ഭംഗിയുള്ളത് എന്ന് കരുതുന്ന ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നണമെന്നില്ല. അതുപോലെ തന്നെയാണ് സത്യത്തിൻ്റെ കാര്യം. ഇറ്റ് ഇസ് റിലേറ്റീവ്, അത് ആപേക്ഷികമാണ്. മാത്രമല്ല അബ്സല്യൂട്ട് ട്രൂത്ത് ഇസ് ബിയോണ്ട് അസ്, നമ്മുടെ പരിമിതികൾക്കും അപ്പുറത്താണ് അബ്സല്യൂട്ട് ട്രൂത്ത്, യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നു, ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്ത തരത്തിലാണ് ട്രൂത്തിനുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഈ ഡെഫിനിഷനൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓരോ മനുഷ്യൻ്റെയും ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ്, ഇമ്പൾസസ്. നമുക്ക് ഓരോരുത്തരും നമ്മൾ വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെയും പരിതസ്ഥിതി വ്യത്യസ്തമായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് വ്യത്യസ്തമായിരിക്കും. ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ട്രൂത്തിൻ്റെ ഡെഫിനിഷൻ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഗാന്ധിക്കും. പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു കറക്റ്റ് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിലും ഇത്ര മാത്രം പറയാൻ പറ്റും, വാട്ട് ഐ തിങ്ക് ടു ബി ട്രൂ. ഞാൻ എന്താണോ സത്യമെന്ന് കരുതുന്നത് അതാണ് എൻ്റെ സത്യം, അത്രയെങ്കിലും പറയാൻ പറ്റും. അപ്പം ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നെഹ്റു പറയുന്നു, സത്യത്തെ മുറുകെ പിടിച്ച ഒരാളെ, ഗാന്ധിയോളം സത്യത്തെ മുറുകെ പിടിച്ച മറ്റൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ടു ബി ട്രൂത്ത്ഫുൾ ഇസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഫോർ എ പൊളിറ്റീഷ്യൻ. നെഹ്റു പറയുകയാണ്, ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളത് ഒരു ഡേഞ്ചറസ് ക്വാളിറ്റിയാണ്, അപകടകരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്, അല്ലേ? നമ്മൾ പൊളിറ്റീഷ്യൻസൊക്കെ സത്യം പറയാൻ നിന്നാൽ നമുക്ക് ആർക്കെങ്കിലും അവരിൽ വിശ്വാസം ഉണ്ടാവോ? നമ്മൾ ഓരോ തവണ ഓരോ നിവേദനങ്ങൾ കൊടുക്കുമ്പോഴും അവർ അത് ശരിയാക്കാൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും അവർ പറയും ഓക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറയും. നമ്മളത് വിശ്വസിച്ച് ആശ്വസിച്ച് തിരിച്ചു പോരും. എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ ഇത് പറ്റൂല, ഇത് നടക്കില്ല എന്ന് നമ്മളോട് പറഞ്ഞാലോ ശരിയാവില്ല, അല്ലേ? അതുകൊണ്ടാണ് നെഹ്റു പറയുന്നത്, ടു ബി ട്രൂത്ത്ഫുൾ ഇസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഫോർ എ പൊളിറ്റീഷ്യൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Gandhi influenced millions of people in India in varying degrees. Some changed the whole texture of their lives. Others were only partly affected, or the effect wore off. And yet not quite, for some part of it could not be wholly shaken off. Different people reacted differently, and each will give his own answer to this question. ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളെ വ്യത്യസ്തമായ അളവിലാണ് സ്വാധീനിച്ചത്. ചില ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറി, ചിലർ ഏറെക്കുറെയൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഗാന്ധിജിയുടെ ഒരു വരവോടുകൂടി മാറ്റം വരുത്തി. വേറെ ചിലർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഓരോരുത്തർക്കും ഓരോ അളവിലാണ് ഗാന്ധിജി സ്വാധീനിച്ചത്. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. ദർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. There was also the action which led us to fight against our own social evils. Apart from the fundamental objective of the Congress, the freedom of India and the method of peaceful action,
The principal planks of the Congress were national unity, which involved the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. ആക്ഷൻ ടു ഫോൾഡഡ് ആയിരുന്നു. രണ്ട് തരത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടിയിരുന്നു. ഒന്ന്, ഫോറിൻ റൂളിനെതിരെ, നമ്മളെ വൈദേശിക ആധിപത്യത്തിനെതിരെ അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടിയിരുന്നു. മറ്റൊന്ന്, ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്ന, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ തന്നെ നിലനിന്നിരുന്ന സോഷ്യൽ ഈവിൾസ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി, സതി പോലെയുള്ള ഇതിനൊക്കെ എതിരെ അദ്ദേഹത്തിന് പോരാടേണ്ടിയിരുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആക്ഷൻ പ്ലാനാണ് ഗാന്ധിജി ഇന്ത്യയിൽ പ്രവർത്തിപ്പിച്ചത്. ആൻഡ് ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ്. പിന്നെയോ പീസ്ഫുൾ ആക്ഷൻ, ഒരു നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക. അതുമാത്രമല്ല, അതിനപ്പുറം അവരുടെ എയിം എന്ന് പറയുന്നത് നാഷണൽ യൂണിറ്റി. നാഷണൽ യൂണിറ്റി ഇൻക്ലൂഡ്സ് ദ സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് ദ റേസിംഗ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. മൈനോറിറ്റിയുടെ, ന്യൂനപക്ഷങ്ങളുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക. അടിച്ചമർത്തപ്പെട്ട ക്ലാസ്സുകൾ, ജാതീയമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഉണ്ടായിരുന്നതെന്നല്ല, ഇപ്പോഴും ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ട, താഴ്ന്ന രീതിയിൽപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക, ഇതൊക്കെ അവരുടെ ലക്ഷ്യമായിരുന്നു. Realizing that the main props of British rule were fear, prestige, the cooperation of the people, and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. Titles were to be given up, and though the title holders responded to this only in small measure, the popular respect for these British given titles disappeared. New standards and values were set up, and the pomp and splendor of the viceregal court and the princes suddenly appeared supremely ridiculous. ഇന്ത്യൻ ജനതയെ കൂടുതൽ ആഴത്തിൽ പഠിച്ചതിൽ നിന്ന് ഗാന്ധിജിക്ക് മനസ്സിലായ ഒരു കാര്യം, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട തൂൺ, ഇന്ത്യയിലെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള പേടി, അവരുടെ പ്രസ്റ്റീജ് ആൻഡ് ദ കോപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, കുറച്ച് ജനങ്ങളിലെ ഒരു വിഭാഗം ആളുകളുടെ സഹകരണം, പിന്നെ ഉയർന്ന വിഭാഗങ്ങളുടെ ചില ക്ലാസ് ആൾക്കാർ ബ്രിട്ടീഷുകാരോട് മാത്രം, അവരുടെ റൂളിനോട് മാത്രം താല്പര്യം കാണിക്കുന്നവരുമായിരുന്നു. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അടിത്തറ എന്ന് മനസ്സിലാക്കിയ ഗാന്ധി ഈ ഫൗണ്ടേഷൻസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ആദ്യപടിയായിട്ട് അദ്ദേഹം ചെയ്തത് ചില ടൈറ്റിൽസ് ഒഴിവാക്കാൻ, ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ആളുകളെ ബ്രിട്ടീഷുകാർ അവരുടെ പ്രത്യേക പദവികൾ നൽകി ആദരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ആളുകളുടെ സഹകരണം ബ്രിട്ടീഷുകാർക്ക് ഉറപ്പാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയ ഗാന്ധി ഈ ടൈറ്റിൽസ്, ഈ പദവികൾ അവരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവരിൽ മിക്കവാറും ആളുകളൊന്നും ഇതിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തില്ല. അവരുടെ ടൈറ്റിൽ അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എങ്കിലും ചെറിയൊരു ശതമാനം ആൾക്കാരെങ്കിലും ഗാന്ധിയുടെ വാക്കിനാൽ ആ ടൈറ്റിൽസ് ഉപേക്ഷിക്കാൻ തയ്യാറായി. അതുമാത്രമല്ല, ബ്രിട്ടീഷുകാരോടും അവർ കൊടുക്കുന്ന ഈ ടൈറ്റിൽസിനോടുമുള്ള ഒരു റെസ്പെക്റ്റ് കുറഞ്ഞു. പുതിയ സ്റ്റാൻഡേർഡുകളും വാല്യൂസും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ദ വിസഗറൽ കോർട്ട് ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി റിഡിക്കുലസ്. അത്രയും നാൾ ഉന്നതിയിൽ കൊണ്ടു നടന്നിരുന്ന കോർട്ടിനെയും പ്രിൻസസിനെയും ഒക്കെ ആളുകൾ കുറച്ചൊക്കെ റിഡിക്കുലസ് ആയിട്ടൊന്ന് കളിയാക്കുന്ന രീതിയിൽ അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള സ്ഥാനമൊക്കെ കുറച്ച് കുറയാൻ തുടങ്ങി. റിച്ച് മെൻ were not so anxious to flaunt their riches. Outwardly at least, many of them adopted simpler ways, and in their dress became almost indistinguishable from humbler folk. പണക്കാരായ ആളുകൾ അവരുടെ ആ ഒരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മാറ്റാൻ മടി കാണിച്ചു. എങ്കിലും പുറമേക്കെങ്കിലും അവർ സിമ്പിൾ ലൈഫ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡ്രസ്സൊക്കെ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിങ് സ്റ്റൈലുമായിട്ട് താതാത്മ്യപ്പെടാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഓഫ് ഗാന്ധിസ് ആക്ട്, he sent us to the villages and the countryside, hummed with the activity of innumerable messengers of the new gospel of action. The peasant was shaken up, and he began to emerge from his shell.
The effect on us was different but equally far reaching, for we saw for the first time, as it were, the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him. We learned our Indian economics more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. ഗാന്ധിജിയുടെ ഈ ഒരു ആക്ഷൻ പ്ലാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഞങ്ങളെ ഗ്രാമങ്ങളിലേക്കും കൺട്രി സൈഡിലേക്കുമൊക്കെ അയച്ചു. ആസ് ദ ഗോസ്പൽ ഓഫ് ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ പുതിയ ഈ ആക്ഷൻ പ്ലാനിൻ്റെ സ്തുതിപാഠകരായിട്ട്. അപ്പം ഞങ്ങളെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അടങ്ങുന്ന സംഘം. അവരെ ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ കൃഷിക്കാരൊക്കെ അവരുടെ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഓരോരുത്തരിലും ഇതിൻ്റെ എഫക്റ്റ്, ഗാന്ധിജിയുടെ ആക്ഷൻ പ്ലാനിൻ്റെ എഫക്റ്റ് വ്യത്യസ്ത തരത്തിലായിരുന്നെങ്കിൽ കൂടി ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരാൻ ഉതകുന്നതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗോസ്പൽസ് ആയിട്ട് ഇവരെ അയച്ചത് കൊണ്ട് ദേ കുഡ് സീ, ഈ കർഷകരെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ ആ ഒരു മഡ് ഹട്ടിലുള്ള അവരുടെ കുടിലുള്ള ജീവിതം, അവരുടെ വിശപ്പ്, ഇതൊക്കെ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് നെഹ്റു സെസ് ദാറ്റ് വി ലേൺഡ് അവർ ഇന്ത്യൻ എക്കണോമിക്സ് മോർ ഫ്രം ദീസ് വിസിറ്റ്സ് ദാൻ ഫ്രം ബുക്സ് ആൻഡ് ലേൺ ഡിസ്കോഴ്സസ്. പുസ്തകങ്ങളിൽ നിന്നും പ്രബന്ധങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതിനേക്കാൾ അധികം ഇന്ത്യൻ എക്കണോമിക്സ് ഞങ്ങൾ പഠിച്ചത് ഗ്രാമങ്ങളിലേക്കുള്ള ഇത്തരം വിസിറ്റിലൂടെയാണ് എന്നാണ് നെഹ്റു പറയുന്നത്. ആൻഡ് അദ്ദേഹം പറയുന്നു, ഗാന്ധിജിയുടെ വരവോട് കൂടി ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിന് കൂടുതൽ അടിത്തറ കിട്ടാനും അത് കൺഫേം ചെയ്യാനും സാധിച്ചു ഈ ഒരു വിസിറ്റിലൂടെ. അതുമാത്രമല്ല, ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഞങ്ങൾക്കിനി ഗാന്ധി വരുന്നതിന് മുമ്പ് ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അത്തരമൊരു ജീവിതം സാധ്യമല്ല. ഞങ്ങൾ ഒരിക്കലും ആ ലൈഫിലേക്കും അന്ന് ഞങ്ങൾ ഫോളോ ചെയ്ത സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്കും ഒരിക്കലും തിരിച്ചു പോകില്ല എന്നുകൂടി ഇത്തരം വിസിറ്റുകളിലൂടെ ഞങ്ങൾ ഉറപ്പിച്ചു. What was the idea of India which he was setting out to mold according to his own wishes and ideals? ഇനി പറയുന്നത് ഇന്ത്യ ഇൻ ഗാന്ധിസ് ഡ്രീംസ്, ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. എങ്ങനെയുള്ളൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി വർക്ക് ചെയ്തത്? ഗാന്ധിയുടെ വാക്കുകൾ ആണ് ഇനി നെഹ്റു ഇവിടെ എടുത്തു പറയുന്നത്. I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice. An India in which there shall be no high class and low class of people. An India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. This is the India of my dreams. ഇപ്പോൾ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പാവപ്പെട്ടവനും ഇതെൻ്റെ രാജ്യമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാനുള്ള അവസരമുണ്ടാവണം. ഈ ഇന്ത്യയുടെ മേക്കിങ്ങിൽ, ഞാൻ സ്വപ്നം കാണുന്ന ഈ ഇന്ത്യയുടെ മേക്കിങ്ങിൽ അവർക്കും ഒരു ശബ്ദമുണ്ടാവണം, അവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം. ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യയിൽ ഹൈ ക്ലാസ് എന്നോ ലോ ക്ലാസ് എന്നോ വ്യത്യാസമില്ല, ജനങ്ങളെല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നവരാവണം. എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നത്തിലുള്ളത്. അവിടെ അൺടച്ചബിലിറ്റി എന്ന ശാപത്തിന് സ്ഥാനമില്ല, തൊട്ടുകൂടായ്മ എന്ന ശാപത്തിനോ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സിനോ അവിടെ സ്ഥാനമില്ല. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുള്ളൊരു ഇന്ത്യ, ഇതാണ് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religions within the fold of truth. Gandhi was proud of his Hindu background. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദുയിസത്തിന് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാൻ ശ്രമിച്ചു. എല്ലാ മതങ്ങളെയും സത്യത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കാനും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഇൻഹെറിറ്റൻസ്, അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ പാരമ്പര്യം
വളരെ നാരോ ആക്കി കൊണ്ടു നടക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല, ചെറുതാക്കി കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അതിനൊരു ബോർഡർ ലൈനിൽ ബ്രോഡറായിട്ട് കൊണ്ടു നടക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ഗാന്ധിജിയുടെ വാക്കുകളാണ് എഗെയിൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ കൾച്ചർ is neither Hindu, Islamic nor any other holy. It's a fusion of all. ഗാന്ധിജി പറയാണ്, ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദുയിസമോ ഇസ്ലാമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതമോ അല്ല, മറിച്ച് ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. അത് എല്ലാത്തിൻ്റെയും ഒരു ഫ്യൂഷനാണ്, ഒരു കൂടിച്ചേരലാണ്. എല്ലാ മതങ്ങളും കൂടിച്ചേരുമ്പോഴാണ് ഇന്ത്യയുടെ യഥാർത്ഥ കൾച്ചർ ആവുന്നത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. Again he said, I want the culture of all lands to be blown about my house as free as possible. എല്ലാ കൾച്ചറും എൻ്റെ വീടിൻ്റെ ചുറ്റും എത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ പോകാൻ പറ്റുമോ അത്രയും സ്വാതന്ത്ര്യത്തോടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഐ റെഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. പക്ഷേ ഏതെങ്കിലും ഒരു മതം കൊണ്ട് ഞാൻ കടപുഴകി വീഴാൻ ഞാൻ എന്നെ അനുവദിക്കില്ല. അതായത് എല്ലാ മതങ്ങളെയും അറിയാൻ അദ്ദേഹം ശ്രമിക്കും, പക്ഷേ ഒരു മതവും അദ്ദേഹത്തെ അന്ധനാക്കില്ല. ഒരു മതത്തിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹം ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കില്ല. I refuse to live in other people's houses as an interloper, a beggar or a slave. ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ ഒരു അതിക്രമിച്ച് കയറുന്ന ഒരാളായിട്ടോ ഒരു പിച്ചക്കാരനായിട്ടോ ഒരു അടിമയായിട്ടോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Influenced by modern thought currents, he never let go of his roots and clung to them tenaciously. അദ്ദേഹം മോഡേൺ തോട്ടൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടുമുള്ള ആളാണ്. പുതിയ പുതിയ ആശയങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം വിട്ടു പോവാൻ ആഗ്രഹിച്ചില്ല. അതുമായിട്ട് അദ്ദേഹം വളരെയധികം ടൈറ്റായിട്ട് ഇറുകെ പുണർന്ന് ജീവിക്കുകയാണ് ചെയ്തത്. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to that future of life and hope. Thus, he effected a vast psychological revolution, not only among those who followed his lead, but also among his opponents and those many neutrals who could not make up their minds what to think and what to do. Here Jawaharlal Nehru is going to sum up his essay by saying that it is not a surprise that Gandhi could influence many of Indian people. ഗാന്ധിജിയെപ്പോലെ ഇത്രയും ആക്റ്റീവായിട്ടുള്ള, ഇത്രയും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇത്രയും ട്രൂത്തിനെ മുറുകെ പിടിക്കുന്ന ഒരാൾ ഇന്ത്യയിലെ ജനങ്ങളെ അട്രാക്റ്റ് ചെയ്തു. ഒരു മാഗ്നറ്റ് പോലെ, ഒരു കാന്തം പോലെ അവരെ തന്നിലേക്ക് ആകർഷിച്ചു എന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്ന് പറയുന്നത് ഭൂതകാലത്തെയും ഭാവിയെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, ഒരു പ്രതീക്ഷയുടെ ഒരു ഭാവി മുന്നിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു ഗാന്ധി. അദ്ദേഹം ഇന്ത്യൻ ജനങ്ങളെ സ്വാധീനിച്ചത് മാനസികമായിട്ടാണ്. സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഉണ്ടാക്കി അവരിൽ. മാനസികമായിട്ടൊരു വിപ്ലവം തന്നെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. ഈ ഒരു മാറ്റം അദ്ദേഹത്തെ ഫോളോ ചെയ്തവരിൽ മാത്രമല്ല, അദ്ദേഹത്തെ ഒരു ലീഡറായി കണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചവർക്ക് മാത്രമല്ല ഈ ഒരു മാറ്റം കണ്ടത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കും അല്ലെങ്കിൽ ന്യൂട്രൽസ്, അദ്ദേഹത്തെ പിന്തുണച്ചതുമില്ല എതിരിട്ടതുമില്ല, അങ്ങനെ ന്യൂട്രലായിട്ടുള്ള ആളുകളുണ്ട്, അവരെയും ഗാന്ധിജി ഒരുപോലെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ഒരു എസ്സേയിൽ മുഴുവനായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഗാന്ധിജി വന്നു, അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ, അതിന് ശേഷം എന്തായിത്തീർന്നു ഇന്ത്യ. ഇതാണ് നമ്മൾ ഈ ഒരു എസ്സേയിൽ കണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.